ഡോക്ടറെ, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. 3 മാസമായി എൻ്റെ ഈ അവസ്ഥ തുടങ്ങിയിട്ട്. കാലങ്ങളായി ഞാൻ ഒന്ന് ഉറങ്ങിയിട്ട് സമാധാനമായി ഒന്ന് ആഹാരം കഴിച്ച് ഒരേ കാര്യം തന്നെ ചെയ്ത് മടുത്തു ഡോക്ടർ. ഈ അവസ്ഥയിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം ഡോക്ടർ. ഈ അവസ്ഥ എന്ന് പറയാതെ ശ്യാമിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് പറയൂ. ശ്യാമി, നീലയുടെ കാര്യം എന്തായി? എടാ, നാളെ എന്നൊരു ദിവസമുണ്ട്. ഞാൻ എന്തായാലും പറഞ്ഞിരിക്കും. നാളെ പോകാനുള്ള ഡ്രസ്സും തേച്ചുകൊണ്ടിരിക്കുക. ആ, പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. നിന്റെ ഈ വൃത്തിയുടെ ചുമ ഇതുവരെ മാറിയില്ലേ? എന്റെ അമ്മാവനുണ്ടല്ലോ, ആ കൂടോത്രക്കാരെ കുറുപ്പ്, അങ്ങേര് എവിടെ ഒരു കൂടോത്രം പോയി ചെയ്തിട്ട് ആ ചുമയും കൊണ്ട് വന്നതാ. ഇപ്പൊ ആ നശിച്ച ചുമ ഇപ്പൊ എനിക്ക് കിട്ടി. അതിഭീകര ചുമയാണല്ലോ. നീ കളിയാക്കിക്കോ, ഇതൊക്കെ അനുഭവിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ശരിയടാ, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ആ, ഓക്കേടാ, ബൈ. ഭയ്യ, എഗ് ഗരം ചായ ദേ. ഹായ് നീന, ഉറങ്ങിയോ? ഹായ് ശ്യാം, ഉറങ്ങിയില്ലല്ലോ. നാളെ നമുക്ക് മീറ്റ് ചെയ്താലോ? മീറ്റ് ചെയ്യാലോ. എവിടെ വെച്ച്? കോഫി ഷോപ്പ് 10 AM. ഓക്കെ, ഷുവർ. ഓക്കെ, സീ യു ടുമോറോ. ആ, ഹലോ, പറയടത്തേക്ക്. അളിയ, ഇന്നലെ നിന്നെ വിളിച്ചതിന് ശേഷം ഞാൻ ചുമച്ചിട്ടേ ഇല്ല. ചേച്ചി, എഗ് ടണ്ടാലയും. ആ, നല്ല ശുഭലക്ഷണമാണല്ലോ. എന്താ എന്റെ ചുമ നിനക്ക് പിടിച്ചാ? അങ്ങനെയൊന്നുമില്ലടാ. ആ, എന്തായാലും കാര്യം നടക്കട്ടെ. ഓക്കേടാ, ഓക്കെ, ശരി എന്നാ, ബൈ. Hi Shyam. 1 second. Are you okay? Yeah, I'm fine. ശ്യാം ലേറ്റ് ആയിരുന്നു. ശ്യാമിന്റെ ഫേവറേറ്റ് ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്തു. Okay. Thank you. ശ്യാമിന് എന്നോട് എന്തോ പറയാനുള്ള പോലെ. അതെങ്ങനെ നീ എനിക്ക് മനസ്സിലായി? ഞാൻ ശ്യാമിനെ ഇന്നലെ ഒന്നുമല്ലല്ലോ കാണാൻ തുടങ്ങിയത്. നീന, ഞാനത് കുറെ നാളായി. എന്ത് പറ്റി? വല്ലാതെ ശ്രമിക്കുന്നല്ലോ. കുഴപ്പമൊന്നുമില്ല, റോഡിലെ പൊടി അടിച്ചിട്ടാ, വേറെ കുഴപ്പം. വെള്ളം കുടിച്ചോളൂ. കുറെ നാളായി പറയണം. I think you're in trouble. വാ, ഹോസ്പിറ്റലിൽ പോവാം. ശ്വാസം എടുത്തേ വിട്ട്. ചേടാ, ഇത് വർക്ക് ചെയ്തില്ലേ? ഡോക്ടർ, ഹെഡ്ഫോൺ. നീ ഒന്ന് ശ്വാസം എടുത്തേ. ചുമയാണ് ഡോക്ടർ. അരമണിക്കൂറായിട്ട് നിർത്താതെ ചുമയാണ്. പരിശോധിച്ച് നോക്കിയിട്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല. അല്ല, ഇത്ര നേരമായിട്ട് ഇയാൾ ചുമച്ചില്ലല്ലോ. മുൻപ് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു ഡോക്ടർ. ഞാൻ എന്തായാലും കുറച്ച് മെഡിസിൻസ് എഴുതി തരാം, പക്ഷെ ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. ഡോക്ടറെ കാണിരുന്നപ്പോ ചുമയൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ ശ്യാമിന് എന്ത് പറ്റി? എന്ത് തേങ്ങയാണോ എന്തോ. ശ്യാം മുമ്പ് എന്നോട് എന്താ പറയാൻ വന്നേ? അത് പിന്നെ എന്താണെങ്കിലും സാരമില്ല, എനിക്ക് ഓക്കെയാണ്. ശ്യാം ദുബായി പോകുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിൽ കണ്ടെന്ന് സംസാരിക്കാം. ശരി. ഇനി എന്റെ ലൈഫ് സെറ്റ്. ലൈഫിന്റെ ഹുക്കും പോയി. എന്തിത് താനി ജീവിതം ഇനി ഞാൻ ഒറ്റക്കായല്ലോ. താനി ജീവിതം ഇനി ഞാൻ ഒറ്റക്കാ.
നീന ഹായ് ശ്യാം. ശ്യാം, ആക്ച്വലി ഐ വാണ്ടഡ് ടു സേ സംതിങ്. യെസ്. നെക്സ്റ്റ് മന്ത് എൻ്റെ മാരേജ് ആണ്. എനിക്കറിയായിരുന്നു ശ്യാമിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന്. പക്ഷേ ശ്യാമിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. മാത്രമല്ല നീരജ് US-ലാണ്. നെക്സ്റ്റ് മന്ത് ഞങ്ങൾ മൂവ് ഔട്ട് ചെയ്യും. ഇത് ചൂടാണ് ഇവിടെ. സ്കിന്നൊക്കെ എന്തായാലും കല്യാണത്തിന് വരണമെന്നില്ല. ചുമയൊക്കെ അല്ലേ, അലർജി അടിച്ചാൽ ബുദ്ധിമുട്ടാവും. സുഹൃത്ത്, താൻ എന്തായി പറയുന്നത്? ഈ ചുമ ഡെലൂലു പ്രേതമാണോ? തന്റെ കൂട്ടുകാരൻ അവന്റെ അമ്മാവിന്റെ നിന്ന് കിട്ടി, അവനിൽ നിന്ന് തനിക്ക് കിട്ടി, എന്നിട്ട് തന്റെ കൂടെ കൂടിയിരിക്കുകയാണ്. എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഇത്രയും പറഞ്ഞു, ഡോക്ടർക്ക് എന്റെ അവസ്ഥ മനസ്സിലായില്ലേ? ശ്യാമ, ഇത് തന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാണല്ലോ താൻ എന്നെ കാണാൻ വന്നത്. എടോ, ഈ ബാക്ടീരിയയിലും വൈറസ് വന്ന് ഇതുവരെ പ്രേതം കൂടിയിട്ടില്ല. ഞാൻ തനിക്കൊരു മരുന്ന് എഴുതിത്തരാം. താൻ നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തന്റെ ഈ അതിഭീകര ചുമ അങ്ങോട്ട് മാറി കിട്ടും. ഹലോ ഡോക്ടർ. ഹലോ ശ്യാം, ഡോക്ടർ പറഞ്ഞിരുന്നു ഉറങ്ങിയിട്ട് പിന്നെ ചോദിച്ചിട്ടേ ഇല്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതൊക്കെ തന്റെ മനസ്സിന്റെ കുഴപ്പമാണെന്ന്. ഇപ്പൊ ഡോക്ടർക്ക് ചുമ തുടങ്ങിയോ? നല്ല പൊടിയല്ലേ? ഓ, ഓക്കെ ഓക്കെ ഡോക്ടർ. ഹായ് ഡോക്ടർ. ഇന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് ഒരാളുടെ വരണം. ഒന്നിരിക്കും. ആ സവിത, നാളത്തേക്ക് അപ്പോയിൻമെന്റ് സ്ലോട്ട് ഒന്നും കൊടുക്കണ്ട കേട്ടോ. നല്ല സുഖമല്ല. ഓക്കെ. ഹായ് നീന, ഇരിക്കൂ. പിന്നെ ദിസ് ഈസ് ഡോക്ടർ പ്രസാദ് വർക്കി. ഡോക്ടർ, ദിസ് ഈസ് നീന. ഹായ്. ശ്യാം എന്താ എന്നെ അവസാനമായിട്ട് കാണുമെന്ന് പറഞ്ഞു? എനിക്ക് പറയാനുള്ളതെല്ലാം ഈ ലെറ്ററിലുണ്ട്. അതിഭീകര ചുമ. ഇതെന്താ സാധനം? അതിഭീകര ചുമയാണല്ലോ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് തന്റെ ഈ അതിഭീകര ചുമ അങ്ങ് പോയി.